ഒരു ആഴ്സണൽ ബോട്ട്ലിംഗ് ആണോ വീണ്ടും സംഭവിക്കുന്നത്? പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 3 സീസണുകളിൽ 2-ാം സ്ഥാനം. കഴിഞ്ഞ ദിവസം നിലവിൽ പ്രീമിയർ ലീഗ് ടേബിളിൽ 2-ാം സ്ഥാനത്തുള്ള മാഞ്ചസ്റ്റർ സിറ്റിയുമായി 2-1 പരാജയപ്പെട്ടതിന് ശേഷം ഈ സീസണിലും വീണ്ടും ആഴ്സണൽ 2-ാം സ്ഥാനം അയക്കുമെന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ക്വാഡ്രൂപ്പിൾ കിട്ടിയേക്കുമെന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും ഒരു ട്രോഫി പോലും കിട്ടാതാവുമോ എന്ന പേടിയിലേക്ക് ആഴ്സണൽ എത്തിയിരിക്കുന്നു. FA കപ്പിൽ നിന്ന് പുറത്ത്, കാരബാവോ കപ്പ് കിട്ടിയില്ല. ഇനിയുള്ള സാധ്യതകളാവട്ടെ ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും. 2 ലീഗ് മത്സരങ്ങളിലും നിലവിലെ ആഴ്സണലിന്റെ പെർഫോമൻസ് ഒരിക്കലും കപ്പ് നേടിയേക്കുമെന്ന പ്രതീക്ഷ നൽകുന്നതല്ല. UCL ക്വാർട്ടറിൽ സ്പോർട്ടിംഗ് FCയോട് 2 ലെഗിലുമായി ഒരൊറ്റ ഗോളിന്റെ ബലത്തിലാണ് സെമിയിലേക്ക് ആഴ്സണൽ എത്തിയിരിക്കുന്നത്. 2019-ലാണ് മിക്കേൽ ആർടെറ്റ ആഴ്സണൽ FC മാനേജറായി എത്തിയത്. മൊത്തത്തിൽ ടീം റീബിൽഡ് ചെയ്ത ആർടെറ്റ ആഴ്സണലിൽ ആകെ വിജയിച്ചത് ഒരു FA കപ്പും 2 കമ്മ്യൂണിറ്റി ഷീൽഡ്സുമാണ്. തുടർച്ചയായി എല്ലാ പ്രധാന ഡൊമസ്റ്റിക് ആൻഡ് യൂറോപ്യൻ കോമ്പറ്റീഷൻസിലും ആർടെറ്റ എത്തിയതിനു ശേഷം ഒരു കോമ്പറ്റേറ്റീവ് ടീമായി ആഴ്സണലുണ്ട്. തുടർച്ചയായി പ്രീമിയർ ലീഗിൽ 2-ാം സ്ഥാനം, തുടർച്ചയായി 2 തവണ UCL സെമിഫൈനലിൽ എത്തി. എന്നാലും ആ ലൈൻ കടന്ന് മേജർ ട്രോഫി വിൻ ചെയ്യുക എന്ന നിലയിലേക്ക് ആർടെറ്റയ്ക്ക് എത്താൻ കഴിയുമോ എന്ന വലിയ ടെസ്റ്റാണ് ഈ സീസൺ. അതിന് ആർടെറ്റയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആർടെറ്റ മാറണമെന്ന് ഫാൻസ് അടക്കം ആവശ്യം ശക്തമാക്കും. ആഴ്സണൽ ഫാൻസിനെതിരെയും ഒരു കളക്റ്റീവ് ഹെയ്റ്റ് ക്യാമ്പയിൻ ഓൺലൈനിൽ കാണാൻ കഴിയും. അവർ സാക്കയെ മെസ്സിയായി കമ്പയർ ചെയ്യുന്നതും റൈസ് ഇനിയസ്റ്റേക്കാൾ ബെറ്റർ ആണെന്നൊക്കെയുള്ള ടേക്സ് വളരെയേറെ ഹെയ്റ്റ് വാങ്ങിക്കൂട്ടിയിരുന്നു. ഇതെല്ലാം ഒറ്റപ്പെട്ട ഫാൻ അക്കൗണ്ട്സ്, ഫാൻസ് പറയുന്നതാണെന്നൊക്കെ നമുക്ക് പറയാം. ആഴ്സണലിൽ 22 വർഷം കിറ്റ്മാൻ ആയിരുന്ന മാർക്ക് ബോണിക്കിനെ പലസ്തീന് വേണ്ടി സംസാരിച്ചതിനാലും ഇസ്രായേലിനെതിരെ സംസാരിച്ചതുകൊണ്ടും പുറത്താക്കിയിരുന്നു. ഇതുകൂടാതെ റേറ്റ് ചാർജസ് ഉണ്ടായിരുന്ന കഴിഞ്ഞ സീസണിലെ ആഴ്സണൽ പ്ലെയർ തോമസ് പാർട്ടേക്ക് വേണ്ടി ആഴ്സണൽ ടീം നൽകിയ സപ്പോർട്ട്, ഫാൻസ് സ്റ്റേഡിയത്തിൽ പാർട്ടേക്ക് വേണ്ടി ചാൻറ്റ് ചെയ്യുന്നതൊക്കെ ആഴ്സണൽ ഫാൻസിനെ വലിയ രീതിയിൽ വിമർശനത്തിന് കാരണമായിരുന്നു. പ്രീമിയർ ലീഗിൽ 5 മത്സരങ്ങളാണ് ആഴ്സണലിന് ബാക്കിയുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആവട്ടെ 6 മത്സരങ്ങൾ. ഫുട്ബോളാണ്, ഒന്നും ഉറപ്പിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെയും തുടർച്ചയായി പ്രീമിയർ ലീഗ് വിജയിച്ച എക്സ്പീരിയൻസ് ഉള്ള സിറ്റിക്ക് നിലവിലെ മൊമെന്റം കീപ്പ് ചെയ്ത് വരുന്ന എല്ലാ മത്സരങ്ങളും വിജയിക്കാനാവുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ആഴ്സണലിനും ഇനിയുള്ള എല്ലാ മത്സരങ്ങളും വിജയിച്ചേ പറ്റൂ. സിറ്റിയും ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ ഫൈനൽ മാച്ച് ഡേയിൽ ഒരേ പോയിന്റ്സ് ആണ് സിറ്റിക്കും ആഴ്സണലിനും ലഭിക്കുക. പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കുക ഗോൾ ഡിഫറൻസ് ആയിരിക്കും. നിലവിൽ ഗോൾ ഡിഫറൻസിൽ മുന്നിൽ ആഴ്സണലാണ്. അതും മറികടക്കാനുള്ള സാധ്യതകളാണ് സിറ്റിയിൽ നിന്നും കാണുന്നത്. ആഴ്സണൽ ബോട്ടിൽ ചെയ്ത് കാണണമെന്ന് വലിയൊരു വിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നു. മിക്കേൽ ആർടെറ്റയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ടെസ്റ്റ് കടുക്കുകയാണ്.